വെൽക്കം ബാക്ക് ടു RS സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് കിച്ചൺ വീഡിയോ ആണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നമുക്ക് കുറച്ച് നെയ്ച്ചോറും, കിച്ചണൊക്കെ അലമ്പാണ്, വേറെ ഒന്നുമല്ല. നമുക്ക് കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും നമുക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളല്ല, ഹസ്ബൻഡ് പോയപ്പോഴത്തേക്ക് ചിക്കൻ മേടിച്ചിട്ട് വന്നു. അപ്പം എനിക്ക് അപ്പോഴേ ചിക്കൻ കറിയും നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും കഴിക്കണം. ഓറിയോ എൻ്റെ സൗണ്ട് കേട്ടിട്ട് അവിടെ കിടന്ന് വിളിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വച്ചാലോ, കുഞ്ഞൊരു വീഡിയോ. എൻ്റെ ഈ ഹെയർ സ്റ്റൈലുള്ള അല്ലേ, ഷോർട്ട് ആക്കിയാലോ ഇങ്ങനെ ആലോചിക്കാം. കാരണം മുടി അത്രയും പോയി, ഫുൾ പോയി. അപ്പം ഞാൻ ഇങ്ങനെ ഇത്രയും ഷോർട്ട് ആക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഷോർട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാവും, വളരുന്നതൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ബാക്കി ലൈറ്റ്സ് കൂടി നമുക്ക് ഓൺ ആക്കാം. ഞാൻ വീഡിയോ എടുക്കാൻ, എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ ലൈറ്റെല്ലാം സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റൊക്കെ ഇടാതിരിക്കുന്നത് മോശമല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ഓണായിട്ടൊരു വീഡിയോ എടുക്കാം. അപ്പോൾ ദേ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കുക്കിങ്. രാത്രി 12-12:30 ആയപ്പോഴത്തേക്കാണ് കേട്ടോ ഞാൻ എൻ്റെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, അപ്പോഴാണ് ഈ കൊതികളൊക്കെ നമുക്ക് വരുന്നത് ഫുഡ് കഴിക്കാനുള്ള. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫുഡിൻ്റെ വീഡിയോസാണ് എനിക്ക് കൂടുതലും വരാറ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക് എന്നിലെ തീറ്റപ്രാന്തി എണീക്കുമെന്ന് പറയുന്ന കണക്ക് എനിക്ക് അപ്പോഴാണ് കേട്ടോ കുക്കിംഗ് ഒക്കെ വരാറ്. എനിക്ക് ആ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് വിശക്കും. അപ്പോൾ അങ്ങനെ നമ്മളിതേ മസാലയൊക്കെ നന്നായിട്ട് വറുത്ത് ചൂടാക്കി തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. എനിക്ക് കൂടുതൽ മസാലയൊക്കെ എനിക്ക് വറുത്ത് പൊടിച്ചെടുക്കാനാണ് ഇഷ്ടം. എനിക്ക് ആ ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം. നമ്മൾ മറ്റേ ചിക്കൻ മസാല, മറ്റേ കടയിൽ നിന്ന് പൊടിച്ച മസാലയൊക്കെ മേടിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഞാൻ സ്വന്തമായിട്ട് വറുത്ത് പൊടിച്ചെടുക്കുന്ന മസാലയാണ്. അതിപ്പോൾ ചിക്കനിലായാലും ബീഫിലായാലും നമ്മുടെ കടലക്കറി, അങ്ങനത്തെ കടലക്കറി, ഉള്ളിക്കറി, തക്കാളി കറി അങ്ങനെ ആയാലും ഒക്കെ എനിക്ക് ഞാൻ പൊടിക്കുന്ന മസാലയാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. ഞാൻ കൂടുതലും പൊടിച്ച് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൊടിക്കുമ്പോഴത്തേക്കൊരു മണം വരും. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു തൃപ്തിയാണ്. അങ്ങനെയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ പൊടിക്കാത്ത ടൈം ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറ് ലുലുവിൻ്റെ മസാലപ്പൊടി ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കതും കുറച്ചുകൂടി ഇഷ്ടമാണ്. അല്ലാതെ ഞാൻ മസാലപ്പൊടി പുറത്തുനിന്ന് മേടിച്ച് ഉപയോഗിക്കുന്നത് വളരെ 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 റെയറാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സാധനം എടുത്തപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ മസാല എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ചിക്കൻ മസാല യൂസ് ചെയ്യണം, അല്ലെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം എന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ മസാല പൊടിച്ചത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ നമ്മുടെ മസാല നന്നായിട്ട് വറുത്ത് പൊടിച്ച് വച്ചു. അതിങ്ങനെ പൊടിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ആ കിച്ചണിലൊരു മണം വരും, ഒരു രക്ഷയുമില്ലാത്തൊരു മണം. ആ മണം അതങ്ങനെ പൊടിച്ച് വച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈക്കും ചിക്കൻ കറിക്കും നെയ്ച്ചോറിനുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ കറക്റ്റ് നമ്മുടെ മസാല പൊടിച്ചെടുത്ത് അതേ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം രണ്ടിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടിക്കോട്ടെ, നമുക്ക് ഒന്നും വിട്ടു കൊടുക്കണ്ട. അപ്പം ഞാൻ അതിൽ തന്നെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സവാള കട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാൻ പൊടിച്ച എൻ്റെ മസാല. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള കട്ട് ചെയ്യാം. സവാളയല്ലേ കട്ട് ചെയ്തത്? ഓക്കെ, ക്യാരറ്റ് കട്ട് ചെയ്യാം. ക്യാരറ്റ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നെയ്ച്ചോറിലിടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പലപ്പോഴും പല രീതിയിലാണ് കേട്ടോ നെയ്ച്ചോറായാലും ചിക്കൻ കറി ആയാലും ചിക്കൻ ഫ്രൈ ആയാലും ഒക്കെ വയ്ക്കാറ്. ഇപ്പോൾ ഞാൻ വയ്ക്കുന്നത് വളരെ വളരെ സിമ്പിളായ ഒരു രീതിയിലാണ്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഈ പറയുന്ന കണക്ക് 12:30 മണിയായി. ഇനിയെങ്കിലും വീട്ടിൽ കയറി പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് എങ്ങനെ റെഡിയാക്കാം എന്ന് പറയുന്ന ഇതിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. എനിക്ക് കട്ടിംഗ് ബോർഡില്ലാതെ കൈ വെച്ച് കട്ട് ചെയ്യാൻ എനിക്കറിയത്തില്ല. അത് ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല. തന്നെ എനിക്ക് ക്യാരറ്റ്, നമ്മുടെ പൊട്ടറ്റോ, ബീട്രൂട്ട് ഇതൊന്നും തൊലി കളഞ്ഞെടുക്കാൻ അറിയത്തില്ല. എനിക്കതിന് പീലറും വേണം. അതെന്തുകൊണ്ടാണ് എന്നെനിക്കറിയത്തില്ല. അത് ഭയങ്കര അതില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിങ്ങനെ അതിൻ്റെ ഒന്നും തൊലി കളഞ്ഞെടുക്കാൻ എനിക്കറിയത്തില്ല. അല്ലാതെ അത് മുന്നേ ഞാൻ ഇത് ചെയ്ത്
കുക്കിങ്ങിലോട്ട് കയറുന്ന ടൈമിൽ ഈ വക സാധനങ്ങൾ ഉണ്ടായിരുന്നത് നമുക്ക് അത് വീട്ടിലുണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ മറ്റേത് തന്നെ പഠിച്ചേനെ. അത് വേറെ കാര്യം. നമ്മുടെ സാഹചര്യങ്ങളാണല്ലോ നമ്മളെ ഓരോന്നിലോട്ട് നയിക്കുന്നത്. അങ്ങനെ എനിക്കങ്ങനെ പീൽ ചെയ്യാൻ അറിയത്തില്ല. അപ്പം എനിക്ക് അതും കട്ട് ചെയ്യാൻ കട്ടിങ് ബോർഡും വേണം, അല്ലെങ്കിൽ എൻ്റെ കുക്കിംഗ് അവതാളത്തിലാവും, ഇല്ലെങ്കിൽ ചോപ്പർ വേണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്യണം കേട്ടോ. ക്യാരറ്റ് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ സവാള നോക്കിയെടുക്കുവാണ് കേട്ടോ. സവാള ഒരു നാല് സവാളയൊക്കെ എടുത്ത് നല്ല തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരുപാട് സവാളയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും വരുന്ന ഇതിലൊക്കെ ആണെങ്കിൽ ഞാൻ സ്ലൈസറിൽ നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കും. ഇതിപ്പോൾ നമുക്ക് മാത്രമായതുകൊണ്ട് കട്ടിംഗ് ബോർഡിൽ വെച്ച് കുറച്ച് സവാളയല്ലേ ഉള്ളൂ, 3-4 സവാള മതി. അതുകൊണ്ട് നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് കട്ട് ചെയ്താണ് വച്ചതിന് ശേഷം ഞാൻ പോയി നമ്മുടെ അരിയെടുത്ത് ഒന്ന് കഴുകി വയ്ക്കുവാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് സിൽസില എന്ന് പറയുന്ന റൈസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഈ സിൽസില റൈസ്. മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ജീരകശാല റൈസും കൈമ റൈസൊക്കെ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വട്ടം ഞാൻ കടയിൽ പോയപ്പോഴത്തേക്ക് ഞാൻ സിൽസില എന്ന് പറയുന്ന റൈസ് കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് റൈസാണ് എന്ന് വെച്ചപ്പോഴത്തേക്ക് ബിരിയാണി റൈസാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് അതിൽ നിന്ന് എനിക്കൊന്ന് 1 കിലോ എന്തോ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജീരകശാല റൈസാണ് 1 കിലോ മേടിച്ചത്, 1 കിലോ സിൽസില റൈസ് മേടിച്ചിട്ട് വന്നു. അപ്പോൾ വച്ചപ്പോഴത്തേക്ക് എനിക്ക് ജീരകശാല റൈസിനേക്കാളും മണമായാലും ടേസ്റ്റ് ആയാലും എനിക്ക് സിൽസിലയാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. അതിന് ശേഷം ഞാൻ കടയിൽ പോയി ചോദിക്കും, സിൽസില റൈസ് ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം എനിക്കത് വേണം. അങ്ങനെയായി എനിക്ക് ചിക്കൻ ബിരിയാണി വയ്ക്കുമ്പോഴത്തേക്കായാലും നെയ്ച്ചോറ് വയ്ക്കുമ്പോഴത്തേക്കായാലും കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് സിൽസില റൈസിന് തോന്നി തുടങ്ങി. ലുലുവിൽ പോയി സിൽസില റൈസ് ചോദിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും എന്ന് പറയുന്നൊരു ഭാവം എനിക്ക് വരും. കാരണം ഞാൻ നല്ല രീതിയിൽ റൈസൊക്കെ വീട്ടിൽ വയ്ക്കും. എനിക്കിപ്പോൾ കോളേജിൽ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ വെജിറ്റബിൾ റൈസ് ആയാലും കാര്യങ്ങളായാലും ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഇപ്പം സിൽസില റൈസ് ഇല്ലാതെ പറ്റില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പിൽ പാത്രങ്ങളൊക്കെ വെച്ചു. നമുക്ക് ചിക്കൻ കറിയും നെയ്ച്ചോറും വയ്ക്കാനുള്ള പാത്രമാണ് കേട്ടോ വെച്ചത്. ഞാൻ എപ്പോഴും നെയ്ച്ചോറ് ഈ സ്റ്റീൽ പാത്രത്തിലാണ് വയ്ക്കാറ്. അതെനിക്കൊന്ന് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ പാത്രമാണ്. നമുക്ക് ചേച്ചി ഗിഫ്റ്റ് ചെയ്ത പാത്രമാണത്. അപ്പോൾ ഞാൻ അതിലാട്ടോ വലിയ ഈ പാത്രത്തിലാണ് എപ്പോഴും നെയ്ച്ചോറ് വയ്ക്കാറ്. അങ്ങനെ നമ്മൾ ഇഞ്ചി ആദ്യം തന്നെ 2 ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് ജസ്റ്റ് നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ചൂടാക്കി എടുക്കുക മീൻസ് നമ്മളിവിടെയൊക്കെ മറ്റേ പച്ചമണം മാറുന്ന വരെ മൂപ്പിച്ചെടുക്കുക അങ്ങനെയൊക്കെ പറയും. ഞാൻ നെയ്ച്ചോറിൽ നെയ്യ് പകുതി ഓയിൽ പകുതി അങ്ങനെ കേട്ടോ ചേർക്കാറ്. നമ്മുടെ ഫുൾ നെയ്യ് ചേർത്ത് വയ്ക്കുന്നതും എനിക്കിഷ്ടമില്ല. കാരണം നെയ്യുടെ ഭയങ്കര കുത്തൽ വരും. പിന്നെ വീട്ടിലും പകുതി നെയ്യ് പകുതി എണ്ണ അങ്ങനത്തെ രീതിയിലാണ് വച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ തന്നെ വയ്ക്കാറ്. ആദ്യം മാരേജ് കഴിഞ്ഞ സമയത്ത് ഞാൻ മൊത്തത്തിൽ നെയ്യ് ഉപയോഗിക്കാറുണ്ട്. അപ്പോഴത്തേക്ക് ഭയങ്കര ഒരു നെയ്യുടെ ഭയങ്കര കുത്തൽ ചെവയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ പതുക്കെ ഇതിലോട്ട് തന്നെ മാറി, പകുതി നെയ്യ് പകുതി എണ്ണ അങ്ങനെ മാറി. എനിക്കതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. അങ്ങനെ ആ ഫ്ലേവറാണ് എനിക്കിഷ്ടം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വാരി വെച്ച അരി ഇട്ട് ജസ്റ്റ് ഒന്ന് അരി പൊട്ടി വരുന്നവരെ, അതായത് വെള്ളം മാറിയത് പൊട്ടി വരുന്നവരെ ജസ്റ്റ് ഒന്ന് നമ്മൾ അരി പൊടിഞ്ഞു പോവാതെ ഇളക്കി വച്ചതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന് പറയുന്ന രീതിക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ച് വയ്ക്കുക. ഉപ്പിട്ട് നാരങ്ങാനീര് ഒഴിച്ച് അടച്ച് വയ്ക്കുക. അത് അവിടെ കിടന്ന് കുക്കായിക്കോളും. പിന്നെ നമ്മൾ അതിലോട്ട് നോക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് ആദ്യം ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് സിമ്മാക്കിയിട്ടതിന് ശേഷം അടച്ച് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ റൈസ് കുക്കായി കിട്ടും കേട്ടോ. എനിക്കും ആദ്യമൊന്നും റൈസ് വയ്ക്കാൻ അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ അതായത് വെള്ളം വറ്റിച്ചെടുത്ത റൈസ് വയ്ക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാ ചോറ് വയ്ക്കുന്ന കണക്ക് കുറച്ച് അധികം വെള്ളം വെച്ച് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം അരി കുക്കാകുമ്പോഴത്തേക്ക് വെള്ളം കളഞ്ഞ് അരി മാത്രം എടുത്ത് ബിരിയാണി വയ്ക്കുമായിരുന്നു. അങ്ങനെയാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇതൊക്കെ സെറ്റായി വന്നത് കേട്ടോ. എത്ര വെള്ളം വെച്ചാൽ എങ്ങനെ വറ്റിച്ചെടുക്കാം എന്നൊക്കെ പറയുന്ന രീതിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് സവാള, നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം
സവാള ഇട്ട് ജസ്റ്റ് വഴറ്റി ഒന്ന് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ. ആ ഒരു ആവിയിലും ആ എണ്ണയിലൊക്കെ കിടന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈയുടെ കാര്യം നോക്കാം. വേറൊന്നും കൊണ്ടല്ല ഗ്യാസ് സ്റ്റൗവിൻ്റെ മണ്ടയിലെടുത്ത് വെച്ചത്. ആ ട്രൈപോഡ് എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാനുള്ള മടി കാരണമാണ്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് എല്ലാം നിങ്ങൾക്ക് കാണാമല്ലോ. അങ്ങനെ അപ്പം ചിക്കൻ ഫ്രൈയിൽ വേറൊന്നുമില്ല. നമ്മളെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, നമ്മുടെ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, തൈര്, നാരങ്ങ നീര്, ഉപ്പ്, ഇത്രയും ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമി നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് ഒരു 20-25 മിനിറ്റ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ഞാൻ പല രീതിയിൽ ഈ പറയുന്ന കണക്ക് ഫ്രൈ ചെയ്യും. ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ക്രിസ്പി ഫീൽ കിട്ടും. അത് കണക്ക് മല്ലിയില, പുതിനയില, ചെറിയുള്ളി, തൈര്, തക്കാളി, ഈ 5 സാധനവും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് ഈ പേസ്റ്റ് ചേർത്ത് ചിക്കനിലോട്ട് ചേർത്ത് ഈ മസാലകളെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യും. എനിക്കതാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഫ്രൈ ചെയ്യും. പല രീതിയിലും പല ഭാവത്തിലും ഒക്കെ ഞാൻ ഫ്രൈ ചെയ്യാറുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ റൈസ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് തക്കാളിയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി അടച്ച് വെച്ച് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ചേർക്കുന്ന പൊടികൾ എന്തെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഇത്രയേ ഉള്ളൂ. ഇത്രയും ചേർത്ത് നമ്മൾ നമ്മുടെ പച്ചമണം മാറുന്നവരെ, അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് നല്ലൊരു ബ്രൗണിഷ് ഷെയ്ഡ് കിട്ടും നമ്മളെ സവാളയും തക്കാളിക്കും എല്ലാത്തിനും കൂടെ. എന്നിട്ടൊരു നല്ലൊരു മണം വരും. ആ മണം വരുന്ന സമയം ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചിക്കൻ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ചിക്കനിൽ നിന്ന് അതിനുശേഷം അടച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നന്നായിട്ട് ചിക്കൻ കുക്കായി വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ കുറച്ച് മസാലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി ഇതിലോട്ട് ഈ ചിക്കൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറി റെഡിയാവും. ഇപ്പോൾ ഇതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സവാളയിലോട്ടും തക്കാളിയിലോട്ടും നമ്മൾ മസാല ഇട്ട് നന്നായിട്ട് വരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറിയ ചൂട് വെള്ളം കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോഴും തന്നെ ഒഴിച്ചു കൊടുക്കും. അടച്ചൊന്നും വയ്ക്കില്ല. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കും. അടച്ചു വെച്ചിട്ട് ആ വെള്ളത്തിൽ കിടന്ന് കുക്കായി ജസ്റ്റ് ഒന്ന് ചിക്കൻ നന്നായിട്ട് വറ്റി വരും. ചിക്കൻ കറി നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്ക് റോസ്റ്റ് പരുവത്തിലായി വരും. അപ്പം നമുക്ക് ചിക്കൻ കറി എടുക്കാം. ഇതാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന ഭയങ്കര ഈസി വേ ഓഫ് ചിക്കൻ കറി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ എണ്ണയും വെച്ച് പാനിൽ എണ്ണ ഒഴിച്ച് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. ചിക്കൻ ഫ്രൈ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചിട്ടു. എനിക്കിനി രണ്ട് സെറ്റായിട്ടൊന്നും ഇടാൻ വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് ഒരു സെറ്റിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഓയിൽ കുറവാണെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഞാൻ ചിലപ്പോൾ എയർ ഫ്രയറിലും ഫ്രൈ ചെയ്തെടുക്കും, ചിലപ്പോൾ OTGയിലും ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. OTGയിലും ഫ്രൈ ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഫുഡൊക്കെ ആയി. നെയ്ച്ചോറ്, ചിക്കൻ കറി, സാലഡ്, ചിക്കൻ ഫ്രൈ ഇതെല്ലാം റെഡിയായി. എന്നിട്ട് ഞാൻ രാഹുവിനെ വിളിക്കാം കേട്ടോ, നമുക്ക് കഴിക്കാതെ. അങ്ങനെ ഞാനും രാഹുവും കൂടി ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.